അസ്സലാമു അലൈക്കും. ക്യാഷ് കൊടുത്ത് ടിക്കറ്റ് എടുക്കുമ്പോൾ ഇറങ്ങാനുള്ള സ്ഥലം പറയുന്നത് കേട്ടിരുന്ന ആബിദ് അവൾ ഇറങ്ങുന്നതിന് മുമ്പ് അവളോടൊന്ന് സംസാരിക്കണമെന്ന് തോന്നി. 2 സ്റ്റോപ്പ് കഴിഞ്ഞപ്പോൾ ഒരു ഓഡിറ്റോറിയത്തിൻ്റെ മുന്നിൽ കുറേ പേര് കയറാനുണ്ടായിരുന്നു. ഇത്രയും ആൾക്കാർ കയറാനുള്ള സമയം കൊണ്ട് ആബിദ് ഷാക്കിറയോട് സംസാരിക്കാൻ വേണ്ടി അവളുടെ മുഖത്തേക്ക് നോക്കി. അറിഞ്ഞുകൊണ്ട് തന്നെ നോക്കാത്തതാണെന്ന് കണ്ട് അവൻ വിളിച്ചു, ഷാക്കി. അവൻ വിളിച്ചത് കേട്ടെങ്കിലും അവൾ കേൾക്കാത്തതുപോലെ ഡോറിലേക്ക് ആളുകൾ കയറുന്നത് നോക്കി നിന്നു. ഇനിയും സ്റ്റോപ്പുകളുണ്ടല്ലോ. അവൾ ഇറങ്ങുമ്പോഴേക്കും സംസാരിക്കാമെന്ന് വിചാരിച്ചുവെങ്കിലും അവന് പിന്നീട് അവളോട് സംസാരിക്കാൻ കഴിഞ്ഞില്ല. ബസ് സ്റ്റാൻഡിലെത്തിയതോടെ ഷാക്കിറയും കൂടെ ദീപയും ഇറങ്ങി. അപ്പോഴേക്കും ഷാക്കിറയോട് സംസാരിക്കാമെന്ന നിലയിൽ ആബിദും ഡ്രൈവർ സീറ്റിൽ നിന്നും ചാടി ഇറങ്ങി. ഷാക്കി എന്ന് വിളിച്ചുകൊണ്ട് അവൻ അവളുടെ അടുത്തേക്ക് ധൃതിയിൽ ചുവടുവെച്ചെങ്കിലും ഇനി ഒരിക്കലും തനിക്ക് ആ മുഖവും ശബ്ദവും കേൾക്കേണ്ട എന്നതുപോലെ അവൾ ദീപയുടെ കൈയും പിടിച്ച് ഓടിയിരുന്നു. തനിക്ക് വാങ്ങിക്കാനുള്ള സാധനങ്ങൾ വാങ്ങി തീർന്നിട്ടും ദീപയോടൊപ്പം അവൾ കുറച്ചു നേരം കൂടി അവിടെ ചുറ്റിത്തിരിഞ്ഞു. ആ ബസ് പോയെങ്കിൽ അടുത്ത ബസ്സിന് പോകാമെന്ന തീരുമാനത്തോടെ. ആബിദാണെങ്കിൽ കുറച്ച് നാളുകൾക്ക് ശേഷം അവളെ കണ്ടപ്പോൾ ഒന്ന് മനസ്സിലാക്കി വീട്ടിലേക്ക് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. റസിയെ വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിലും നീയും എൻ്റെ ഭാര്യയല്ലേ, നിനക്കും അവിടെ അവകാശത്തിൽ ജീവിക്കാമെന്നൊക്കെ പറഞ്ഞ് സോപ്പിട്ടാൽ അവൾ വീഴുമെന്ന് അവൻ ഉറപ്പിച്ചു. ചില ദിവസങ്ങളിലും റസിയയ്ക്ക് തീരെ വയ്യ. തൻ്റെ ആവശ്യങ്ങൾ അവളിൽ നിന്ന് ബലം പ്രയോഗിച്ച് നേടുമെങ്കിലും അതിലൊന്നും തന്നെ അവൻ സന്തോഷവാനായിരുന്നില്ല. ആ സമയം അവൻ ഷാക്കിറയെ ഓർക്കും. ഷാക്കിറ ഇവിടെ ഇപ്പോൾ തൻ്റെ ഭാര്യയായി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന്. തിരിച്ച് വീണ്ടും ബസ് എടുക്കുമ്പോഴേക്കും അവൻ 4 പുറവും നോക്കി. അവളെ കാണാൻ കഴിഞ്ഞില്ല. എന്തിനാകും ഇവിടേക്ക് വന്നത്? അവളിപ്പോൾ ആ വീട് വിറ്റ് അവൾ കയറിയ സ്റ്റോപ്പിനടുത്തായിരിക്കുമോ വീട് വാങ്ങിയിട്ടുണ്ടാവുക? അങ്ങനെയുള്ള ചിന്തയോടെ ഇനിയും കാണാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിൽ അവൻ ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ പിന്നീടുള്ള ഒരു ദിവസവും അവളെ കാണാൻ കഴിഞ്ഞില്ല. ദിവസങ്ങളും മാസങ്ങളും അവൻ ആ മുഖം ആളുകൾക്കിടയിൽ തിരിഞ്ഞുകൊണ്ടേയിരുന്നു. ഷാക്കിർ ആണെങ്കിൽ പുറത്ത് പോകുമ്പോൾ ആ സമയം കഴിഞ്ഞുള്ള ബസ്സിന് എന്തെങ്കിലും ആവശ്യമുള്ള സമയങ്ങളിൽ പോകാറുള്ളൂ. ഇനിയും ഒരു കൂടിക്കാഴ്ചയ്ക്ക് അവൾക്ക് താല്പര്യം ഉണ്ടായിരുന്നേയില്ല. മാസങ്ങൾ കഴിഞ്ഞപ്പോൾ റസിയയെ അവളുടെ വീട്ടിലേക്ക് പ്രസവത്തിന് കൊണ്ടുപോകൽ ചടങ്ങ് നടത്തിക്കൊണ്ട് പോയതോടെ ആബിദിൻ്റെ വീട്ടിലേക്കുള്ള വരവ് വീണ്ടും അർദ്ധരാത്രിയിലായി. എല്ലാം അറിയുന്നുണ്ടെങ്കിലും ഐഷുമ്മ മൗനം പാലിച്ചു. വീണ്ടും 2 മാസം കൂടി കഴിഞ്ഞു. ഒരു ദിവസം റസിയ സിസേറിയനിലൂടെ ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകി. കുഞ്ഞിനെ കയ്യിലേക്ക് ഏറ്റുവാങ്ങുമ്പോൾ ഐഷുമ്മക്ക് ആദ്യമായി തനിക്കൊരു പേരക്കുഞ്ഞ് പിറക്കുന്ന പോലെയുള്ള സന്തോഷമായിരുന്നു. അവർ ആ കുഞ്ഞിനെ കയ്യിൽ പിടിച്ച് താൻ ചെയ്തതും ഇതുവരെ ഷാക്കിറയെ പറഞ്ഞതുമെല്ലാം ശരിയായിരുന്നു എന്ന അഹങ്കാരം ആയിരുന്നു അവരുടെ മനസ്സിൽ. പിന്നെ കുറച്ച് ദിവസത്തിന് ശേഷമാണ് ആബിദ് പിന്നെ ബസ്സിൽ കയറിയത്. കുഞ്ഞിൻ്റെ 15ഉം 40ഉം എല്ലാം കഴിഞ്ഞ് ആദ്യമായി കയറിയ അന്നും അവൻ്റെ കണ്ണുകൾ ഷാക്കിറയ്ക്ക് വേണ്ടി പരതി. ഇതിനിടയിൽ അവൾ എവിടെയാണ് താമസിക്കുന്നത് എന്ന് അവൻ കണ്ടുപിടിച്ചിരുന്നു. 5 ദിവസം കഴിഞ്ഞാണ് റസിയെ ഹോസ്പിറ്റലിൽ നിന്നും കൊണ്ടുവരുന്നത്. ഐഷുമ്മ പിടിച്ച പിടിയാലെ തന്നെ അവളെ അവരുടെ വീട്ടിലേക്ക് തന്നെ കൊണ്ടുവന്നു. കുഞ്ഞിന് പേരും വിട്ടു അൽ അമീൻ. ഇതുവരെ താൻ മനസ്സിൽ കണ്ടിരുന്ന പേര് ആദ്യമായി തൻ്റെ ഇഷ്ടപ്പെട്ട പേരക്കുട്ടിക്ക് തന്നെ ഇടാൻ സാധിച്ചതിൽ ഉള്ള സന്തോഷമായിരുന്നു അവർക്ക്. ഒരു മക്കളെയും മരുമക്കളെയും നോക്കാത്ത വിധം പ്രസവരക്ഷ നൽകി ഐഷുമ്മ റസിയയ്ക്ക്. എന്തോ ഇതുവരെ ഒരു ഉപ്പാകാതെ ഇത്രയും വർഷത്തിന് ശേഷം ഒരു കുഞ്ഞിനെ കിട്ടിയതിലുള്ള സന്തോഷമൊന്നും ആബിദിന് ഉണ്ടായിരുന്നില്ല. പക്ഷേ അവനത് പുറത്തേക്ക് കാണിച്ചില്ല. വൈകുന്നേരം സ്റ്റിച്ചിങ് ചെയ്ത് മടുത്തിട്ടൊരു ഗ്ലാസ് ചായ എടുത്ത് ഉമ്മറത്ത് ആസ്വദിച്ച് കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഷാക്കിറ ദീപ വരുന്നത് കണ്ടത്. ഉപ്പയും ഉമ്മയും ബാക്കിലെത്തിയുള്ള സ്ഥലത്തുണ്ടാക്കിയ പച്ചക്കറിത്തോട്ടത്തിലാണ്. അവർക്കുള്ള ചായയും അടയും അടുക്കളയിൽ അടച്ചു വെച്ചിട്ടുണ്ട്. പച്ചക്കറി ലാളനയൊക്കെ കഴിഞ്ഞ് അവർ അതെടുത്ത് കുടിക്കും. ദീപയെ കണ്ടതോടെ അവൾക്കും ഒരു ഗ്ലാസ് ചായയും അടയും കൊണ്ടുവന്ന് കൊടുത്തു. അവർ ഓരോ കാര്യങ്ങൾ പറഞ്ഞങ്ങനെ ഇരിക്കുമ്പോഴാണ് മുറ്റത്തേക്കൊരു കാർ വന്നു നിന്നത്. അതിൽ നിന്നും ഇറങ്ങുന്ന റീമയെ കണ്ട ഷാക്കിറയ്ക്ക് അത്ഭുതമായിരുന്നു. പോയിട്ടധികം ആയിട്ടില്ല, അപ്പോഴേക്കും ഒരു മുന്നറിയിപ്പുമില്ലാതെ വന്നിരിക്കുന്നു. എല്ലാ പ്രാവശ്യവും വരുമ്പോഴുള്ള സന്തോഷമൊന്നും അവളുടെ മുഖത്തില്ല. ഷാക്കിർ അവളെ കണ്ട സന്തോഷത്തിലും അവളുടെ മുഖത്ത് കണ്ട വിഷാദത്തിലും കൊട്ടിപ്പിടഞ്ഞ് എഴുന്നേറ്റു. എന്താടി? റീമ അടുത്തെത്തിയതും ഷാക്കിറ കരച്ചിലൂടെ ചോദിച്ചു. കുഞ്ഞോ ഭർത്താവോ ഇല്ലാതെ
മുഖത്ത് വരുത്തി ചീർത്ത് ചിരിയുമായി കടന്നു വന്നവളെ കണ്ടതോടെ തൻ്റെ അനിയത്തിയുടെ ജീവിതവും തൻ്റെ പോലെ ആയോ എന്ന ആദ്യമാണ് ഷാക്കിറയിൽ നിറഞ്ഞത്. ചായാനൊരു തോൾ കിട്ടിയതും റീമയും അവളെ മുറുകെ പിടിച്ചു കരഞ്ഞു. ദീപ എന്ത് ചെയ്യണമെന്നറിയാതെ അവളെ നോക്കി നിന്നു. ഉമ്മയും ഉപ്പയും വന്നപ്പോഴും അവരാ നിന്നതുപോലെ തന്നെയായിരുന്നു. ഗൾഫിലുള്ള തങ്ങളുടെ മോൾ ഒരു മുന്നറിയിപ്പുമില്ലാതെ വന്നതും ഒറ്റയ്ക്കുള്ള വരവും രണ്ടുപേരുടെയും കെട്ടിപ്പിടിച്ചുള്ള കരച്ചിലുമെല്ലാം കേട്ടപ്പോൾ ആ മാതാപിതാക്കളുടെ ഹൃദയം വല്ലാതെ പിടിച്ചു. കരച്ചിലൊന്ന് അടങ്ങിയതോടെ അവളിൽ നിന്നും വേർപെട്ട് നിൽക്കുന്ന റീമയെ നോക്കി ഉമ്മ എന്താ മോളെ, എന്താ പറ്റിയതെന്ന് ചോദിച്ചു. അവിടെ കിടന്ന ചെയറിലേക്ക് ഇരുന്നു കൊണ്ട് ഉമ്മയോട് ഒന്നുമില്ലെന്നും ടെൻഷൻ ആവേണ്ട എന്നും സമാധാനിപ്പിച്ചുകൊണ്ട് തന്നെ അവൾ പെട്ടെന്ന് വരാനുണ്ടായ കാരണം പറഞ്ഞു. അവളുടെ കൂടെ വർക്ക് ചെയ്യുന്ന നിയാസിൻ്റെ ഭാര്യയും 2 മക്കളും ആക്സിഡൻറ്റിൽ മരിച്ചു. അവരുടെ ബോഡി അവസാനമായൊന്ന് കാണാൻ വന്നതാണ്. ഇത് കേട്ടവരുടെ മനസ്സിൽ നിന്നു. റീമ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിലെ കാർഡിയോളജിസ്റ്റാണ് നിയാസ്. ഏകദേശം ഒരേ നാട്ടുകാർ ആയതുകൊണ്ട് തന്നെ നിയാസിനോടും കുടുംബത്തോടും നല്ല അടുപ്പമാണ് അവർക്കുണ്ടായിരുന്നത്. പിഞ്ചു കുഞ്ഞുങ്ങളടക്കം ഉള്ളവരുടെ മരണം അവരുടെ മനസ്സിനെ വല്ലാതെ പിടിച്ചുലച്ചു. എങ്കിലും തങ്ങളുടെ മകളുടെ ജീവിതത്തിൽ താളപ്പിഴകളില്ല എന്നറിവ് ആ വൃദ്ധയുടെ മനസ്സിൽ ആശ്വാസം നിറച്ചു. റീമ അന്നിവിടെ നിന്നു. പിറ്റേ ദിവസം അവൾ തിരിച്ചു പോവുകയാണ്. ഒന്നുകൂടി നിയാസിനെയും വീട്ടുകാരെയും പോയി കാണണം. നിയാസിന് എല്ലാം മറക്കാനും തരണം ചെയ്യാനുമുള്ള മാനസിക ശക്തി നൽകണമെന്ന് പ്രാർത്ഥിച്ചു. അപ്പോഴും അവൾ ഷാക്കിറയും ആ കുഞ്ഞുങ്ങളെ മനസ്സിൽ നിറച്ചെന്ന പോലെ കിടന്നതുകൊണ്ടാവും അന്ന് അവൾക്ക് അന്നത്തെ ഉറക്കം നഷ്ടമായത്. ഒരു കുഞ്ഞു വയറ്റിൽ കൊരുക്കാതെ മച്ചി എന്ന് വിളിപ്പേര് വന്നവളാണ് ഞാൻ. അങ്ങനെ ആർക്കും ഉപദ്രവമോ ഉപകാരമോ ഇല്ലാതെ തന്നെപ്പോലുള്ളവരുടെ ജീവനെടുത്ത് ലോകം പരിചയപ്പെടും മുമ്പേ ആ കുഞ്ഞുങ്ങളുടെ ആയുസ് നീട്ടിക്കിട്ടിയിരുന്നെങ്കിൽ എന്ന് അവൾ വല്ലാതെ ആശിച്ചു. ദിവസങ്ങൾ വീണ്ടും കഴിഞ്ഞുപോയി. ഷാക്കിറ തൻ്റെ വരുമാനം കൊണ്ട് തങ്ങളുടെ വീടിന് മുമ്പിൽ വിൽക്കാനിട്ടിരുന്ന 10 സെൻറ്റ് സ്ഥലം വാങ്ങി. അനിയത്തിമാരുടെ നിർബന്ധം കൊണ്ടായിരുന്നു അത്. അവിടെ ചെറിയൊരു യൂണിറ്റ് തുടങ്ങിക്കൂടെ നിനക്ക് എന്നവർ നിർബന്ധിച്ചപ്പോൾ കുറച്ചുകൂടി കഴിയട്ടെ എന്നായി അവൾ. അനിയത്തിമാർ സഹായിക്കാമെന്നേറ്റെങ്കിലും അവൾ അതിന് സമ്മതിച്ചില്ല. കുടുംബവും കുട്ടികളും ഒന്നുമില്ലാത്ത തനിക്ക് കടം വാങ്ങിയും മറ്റുള്ളവർ സഹായിച്ചുമൊക്കെ പെട്ടെന്ന് അങ്ങനെ ഒരു സംരംഭം തുടങ്ങേണ്ട എന്ന് അവൾക്ക് തോന്നി. സ്ഥലം വാങ്ങിയതുപോലെ തന്നെ തൻ്റെ കയ്യിൽ ഉണ്ടാകുമ്പോൾ ചെയ്യാമെന്ന ചിന്തയാണ് അവൾക്ക്. ഉമ്മയുടെയും ഉപ്പയുടെയും എല്ലാ ചിലവുകളും അനിയത്തിമാരാണ് എടുക്കുന്നത് തന്നെ. എത്ര പറഞ്ഞാലും അവർ സമ്മതിക്കുന്നില്ല തന്നെക്കൊണ്ട് ചെയ്യിപ്പിക്കാൻ. എപ്പോഴും ഒന്ന് കണ്ണടിഞ്ഞു പോയപ്പോൾ അവൾ മനോഹരമായൊരു സ്വപ്നം കണ്ടു ഞെട്ടി. താനൊരു ബെഡിൽ കിടക്കുന്നു, കൂടെ ഒരു കുഞ്ഞുകുട്ടിയും. അവൾ വീണ്ടും ആ മനോഹര സ്വപ്നം ഒന്ന് കണ്ടിരുന്നെങ്കിൽ എന്ന് കരുതി വിചാരിച്ച് ഒന്നുകൂടി കണ്ണടച്ച് കിടന്നു. മോനെ ആബി, രാവിലത്തെ ചായ കുടി കഴിഞ്ഞ് വെറുതെ റൂമിൽ കിടക്കുകയാണ് ആബിദ്. ഇന്നവൻ ബസ്സിൽ പോയിട്ടില്ല. അവൻ്റെ അടുത്ത് തന്നെ റസിയുമുണ്ട്. ബെഡിൽ നിന്ന് താഴേക്കിറങ്ങാൻ നോക്കിയാണ് കുഞ്ഞ്. ആശുമ തൻ്റെ വയ്യാത്ത കാലം കൊണ്ട് സ്റ്റെപ്പ് കയറി വന്നതിന് ഒരു കാരണമുണ്ട്. കുഞ്ഞിന് ഇന്ന് 1 വയസ്സ് തികയുകയാണ്. ഒരു കുഞ്ഞിൻ്റെയും ബർത്ത്ഡേ ആഘോഷിക്കാത്ത ആ തറവാട്ടിൽ ആദ്യമായി ഈ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കുന്നത്. ബർത്ത്ഡേ ആഘോഷിക്കാൻ പാടില്ലെന്ന് പറഞ്ഞ ആശുമ തന്നെയാണ് ആബിദിൻ്റെ കുഞ്ഞിൻ്റെ ജന്മദിനം ആഘോഷിക്കാൻ മുൻകൈ എടുക്കുന്നത്. തൻ്റെ കുഞ്ഞുങ്ങളുടെ ബർത്ത്ഡേ ആഘോഷിക്കാൻ മറ്റു മക്കൾക്കും മരുമക്കൾക്കും ആഗ്രഹമുണ്ടായിരുന്നുവെങ്കിലും ആ ആഗ്രഹങ്ങളെല്ലാം അപ്പോൾ തന്നെ ആശുമ തല്ലിക്കെടുത്തിയിരുന്നു. എന്നാൽ ഇപ്പോൾ ആബിദിൻ്റെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കുന്നതിന് അവർക്ക് പറയാൻ ന്യായമുണ്ട്. ബർത്ത്ഡേ അല്ല കഴിക്കുന്നത്, മൗലൂദാണെന്ന്. 1 വയസ്സ് തികയുന്നെന്ന് മൗലൂദ് അതാ നേർച്ചയാക്കിയിട്ടുണ്ട്. ഞാൻ അറുത്തു കൊടുക്കാനും നേർച്ചയാക്കിയാണ്. എല്ലാം എൻ്റെ നേർച്ചയാണ്. കുടുംബത്തിലെ എല്ലാവരുടെയും നാട്ടുകാരുടെയും എല്ലാം അറിയിച്ചു കൊണ്ടൊരു മൗലൂദ്. എല്ലാവരും കാണട്ടെ തൻ്റെ മകനെ. ഈ ആയിഷുമ്മ ഇതുവരെ ചെയ്തത് എല്ലാം ശരിയാണെന്ന് എല്ലാവരും മനസ്സിലാക്കട്ടെ. ആയിഷുമ്മയെ കണ്ടതോടെ റസിയ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് നിന്ന് ബഹുമാനം കാണിച്ചു. ഒന്ന് താന്നൊക്കൊന്ന് നിന്നാൽ മതി, അവരെ കുപ്പിയിലാക്കാമെന്ന് അവൾക്കറിയാം. മറ്റു മൃഗങ്ങൾക്കൊക്കെ അറിയാതെ പോയ തന്ത്രം. അവൾ വിചാരിച്ച പോലെ അവൾ എഴുന്നേറ്റ് നിന്നത് കണ്ടതും അവരുടെ മുഖം പ്രസന്നമായി. ആബിദ് തന്നെ എന്തിനാണ് ഉമ്മ എന്ന് വിളിച്ചെന്ന രീതിയിൽ നോക്കി. അത് പിന്നെ മോനെ, ഈ മൗലൂദിൻ്റെ അന്ന് ഇവൻ്റെ പേരിലെ അതിൻ്റെ സ്വത്തുക്കളൊക്കെ എഴുതി വെക്കണം. ഉമ്മയുടെ സംസാരം കേട്ട് അവൻ്റെ നെറ്റി ചുളിഞ്ഞു. ഉമ്മ എന്താ ഈ പറയണത്? എൻ്റെ സ്വത്തെല്ലാം അവനുള്ളതല്ലേ, പിന്നെ എന്തിനാ ഞാനിപ്പോൾ അവൻ്റെ പേരിലാക്കണത്? അവൻ പറയുന്നത് കേട്ടതും ഉമ്മയുടെ സ്വരം വീണ്ടും മുഴങ്ങി. അല്ല മോനെ,
അതിൻ്റെ സ്വത്തിന് ഭാര്യമാർക്ക് കൂടെ ചെറിയ അവകാശമല്ലേ? അങ്ങനെ വരുമ്പോൾ നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ആ മച്ചിക്ക് കൂടെ ഒരു വിഹിതം പോകൂലേ? അത് പാടില്ല, എല്ലാം ഇവന് കിട്ടണം. അങ്ങനെ എഴുതി വെച്ചാൽ മതി. ഇനി നിങ്ങൾക്ക് വേറെ കുഞ്ഞുങ്ങളുണ്ടായില്ലേ, അപ്പം മാറ്റി എഴുതാം. ഉമ്മ പറയുന്നത് കേട്ടപ്പോൾ ദേഷ്യം തോന്നെങ്കിലും അവൻ സമ്മതം എന്നതുപോലെ തലയാട്ടി. ഷാക്കിറയെക്കുറിച്ച് ഓർക്കാറുണ്ടെങ്കിലും ഉമ്മ വീണ്ടും അവളെക്കുറിച്ച് പറഞ്ഞത് കേട്ടപ്പോൾ അവളെ ഓർമ്മ വന്നു. പിന്നെ ഒന്നുകൂടി ഉണ്ട് മോനെ, ഷാക്കിറയോടും അവളുടെ വീട്ടുകാരോടെ മൗലൂദ് പറയണമെന്ന് എൻ്റെ ഒരു വാശിയാണ്. ഇപ്പോഴും അവൾ നിൻ്റെ ഭാര്യയാണ്, അതുകൊണ്ടേ അവളോട് പറയണം. അവളും കാണട്ടെ റസിയുടെയും മിടുക്കെ എൻ്റെ കുഞ്ഞിനെയും. അതിപ്പോൾ ഉമ്മ, അവളെ വീട്ടിലേക്ക് എങ്ങനെ പോവാ? ഇത്രയായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബന്ധം ഇല്ലല്ലോ, വിളിച്ചിട്ട് പോലും ഇല്ല. അവളുടെ ആദ്യത്തെ വീടൊന്നും ഇപ്പോൾ അവിടെ അല്ല. അവരതാർക്കോ വിറ്റ് പോയി. വാങ്ങിയവരാ വീട് പൊളിച്ചു. ഇനിയിപ്പോൾ പുതിയ താമസ സ്ഥലമൊക്കെ തപ്പിപ്പെറുക്കി അവൾ വീട് അന്വേഷിക്കണ്ടേ? അവളുടെ സഹോദരിമാരുടെ വീട്ടുകാരെ എങ്ങനെ പ്രതികരിക്കുമെന്നോർത്ത് ഉമ്മയെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ആബിദ് ഏറെ നോക്കി. ഒരു അഡ്രസ്സ് കണ്ടുപിടിക്കാനാണോ മോനെ പണി? എനിക്ക് പറ്റിയില്ലെങ്കിൽ പറ, ഞാൻ വേറെ ആരെങ്കിലും കൂട്ടി കണ്ടുപിടിച്ച് പോയി പറഞ്ഞോളാം. ഉമ്മ അതിൽ നിന്ന് പിന്മാറില്ലെന്ന് കണ്ടതും അവന് സമ്മതിക്കേണ്ടി വന്നു. സ്റ്റിച്ച് ചെയ്യാൻ ആവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ച് ഉണ്ടായിരുന്നുള്ളൂ ഷാക്കിറ. ഹാളിലെ നിലത്ത് വന്ന പാടെ കിടന്നതാണ്. മുകളിൽ ഫാൻ അതിൻ്റെ ഫുൾ സ്പീഡിൽ കറങ്ങുന്നുണ്ട്. പുറത്തേക്ക് ഇറങ്ങാൻ വയ്യ, അത്രയും ചൂടാണ്. ചൂടൊന്നടങ്ങി ഇത്തിരി സുഖം വന്നപ്പോൾ അറിയാതെ ഒന്ന് മയങ്ങിപ്പോയി. അപ്പോഴാണ് പുറത്തൊരു കാർ വന്ന് നിൽക്കുന്ന ശബ്ദം കേൾക്കുന്നത്. പക്ഷേ അത് ഉമ്മയും ഉപ്പയും കേട്ടിരുന്നുവെങ്കിലും അവൾ കേട്ടില്ല. ചിലപ്പോൾ നമുക്ക് കിടന്ന പാട് ഗാഢമായ ഉറക്കം കിട്ടില്ലേ, അതുപോലെ ഒരു ഉറക്കത്തിലായിരുന്നു. ഹാളിൽ അവൾ കിടക്കുന്നത് നോക്കി അവളെയും കടന്നുകൊണ്ട് ഉമ്മറത്തേക്ക് പോയി കതക് തുറന്നു ഉമ്മ. കാറിൽ നിന്ന് കുഞ്ഞിനെയും എടുത്ത് ആദ്യം ഇറങ്ങിയത് ഐഷുമ്മയായിരുന്നു. ഇത്രയും വർഷമായതുകൊണ്ട് തന്നെ ഉമ്മാക്ക് അവരെ മനസ്സിലായില്ല. ചെറിയ കുഞ്ഞിനെയും കൊണ്ട് തങ്ങളെ വീട്ടിൽ വരാൻ ആരാണുള്ളത് എന്നാണ് അവർ ചിന്തിച്ചത്. പക്ഷേ ആ ചിന്തകൾക്ക് കുറച്ചു നേരത്തെ ആയുസേ ഉണ്ടായിരുന്നുള്ളൂ. ഡ്രൈവർ സീറ്റിൽ നിന്നും ആബിദ് ഇറങ്ങുന്നത് കണ്ടു. അവനെ ഉമ്മാക്ക് മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല. 7 വർഷം തൻ്റെ മൂത്ത മകനായി സ്നേഹിച്ചതല്ലേ. അവർക്കൊക്കെയല്ലേ അവരെക്കാളും പിന്നിൽ നിൽക്കുന്ന തങ്ങളെ ഇഷ്ടമില്ലാതിരുന്നത്. എന്നിരുന്നാലും ഇത്രയും വർഷത്തിന് ശേഷം അവനെ തങ്ങളുടെ വീട്ടിൽ കണ്ടതിൻ്റെ അന്താളിപ്പായിരുന്നു അവർക്ക്. എന്താ ഖദീജ, വീട്ടിൽ ആരെങ്കിലും വന്നാൽ ഇങ്ങനെ നോക്കി നിൽക്കാണോ ചെയ്യുന്നത്? അകത്തേക്ക് വിളിക്കുന്നൊന്നുമില്ലേ? ഐഷുമ്മ ഇത്തിരി പരിഹാസത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി. തങ്ങളെ കണ്ടപ്പോഴുള്ള അവരുടെ മുഖഭാവങ്ങൾ ശ്രദ്ധിക്കുകയായിരുന്നു അവൾ. ആയിഷുമ്മക്ക് അവരുടെ ഇപ്പോഴത്തെ മുഖം കണ്ട് ഉള്ളിൽ സന്തോഷം കുമിഞ്ഞുകൂടി. താൻ എന്തിനു വന്നോ അത് നടന്നിരിക്കുന്നു. ഇനി ആ മച്ചിയുടെ മുഖം ഒന്ന് കാണണം. അവിടെ ഈ കുഞ്ഞിനെ കണ്ട് ഹൃദയം പൊട്ടുന്നതൊന്ന് കാണണം. ആദ്യത്തെ പകപ്പ് വിട്ടുമാറാതെ തന്നെ ഷാക്കിറയുടെ ഉമ്മ അവരെ അകത്തേക്ക് വിളിച്ചു. ആബിദിൻ്റെ കണ്ണുകൾ ആ വീട് മൊത്തവും ഒന്ന് കണ്ണോടിച്ചു. ചെറിയ വീടാണെങ്കിലും കണ്ണിനൊരു കുളിരുണ്ട്. അകത്തേക്ക് കടന്നതും അവന് ഷാക്കിറയെ കാണാൻ ധൃതിയായി. ഐഷുമ്മയും ആബിദും ഉമ്മറത്ത് കയറിയിരുന്നപ്പോൾ ഉമ്മ ധൃതിയിൽ പോയി ഷാക്കിറയെ വിളിച്ചുണർത്തി. കണ്ണുകൾ ചിമ്മി തുറന്ന് ഉമ്മയെ നോക്കിയ ശേഷം അവൾ സാവകാശം എഴുന്നേറ്റിരുന്നു. എന്താണെന്ന പോലെ ഉമ്മയുടെ മുഖത്തേക്ക് നോക്കി. ഉമ്മ മെല്ലെ എന്തോ പറയാൻ തുടങ്ങിയപ്പോഴേക്കും ഉമ്മയുടെ പിറകിൽ നിന്നും ഐഷുമ്മയെ കണ്ടവൾ ചാടി എഴുന്നേറ്റു. ഒന്നുകൂടി കണ്ണു ചിമ്മി തുറന്നു അവൾ. ഇനിയിപ്പോൾ സ്വപ്നമാണോ? അല്ലാതെ അവിടെ നിന്ന് പോന്നതിന് ശേഷം ഇതുവരെ വീട്ടിലേക്ക് ആരും തന്നെ വന്നിട്ടില്ല, വിളിക്കുക പോലും ചെയ്തിട്ടില്ല. ഒരിക്കൽ ആബിദക്കയെ കണ്ടിരുന്നു എന്നതല്ലാതെ പിന്നീട് ആ വീട്ടിലെ ആരെയും കണ്ടിട്ടില്ല, കാണുകയും വേണ്ട. അവൾ അവരുടെ കയ്യിലിരിക്കുന്ന കുഞ്ഞിനെ നോക്കി. റസിയുടെ ഛായ എവിടെയൊക്കെ ഉള്ളതായിട്ട് തോന്നി അവൾക്ക്. പഠിച്ചോനെ, സ്വപ്നത്തിൽ കുടുംബസമേതം വന്നിട്ട് എൻ്റെ ഉറക്കം കെടുത്താണോ? എന്താടി മച്ചി, ഈ എൻ്റെ കുഞ്ഞിനെ നോക്കി കണ്ണു വെക്കുന്നോ? ആയിഷുമ്മയുടെ ഗർജിക്കും പോലെയുള്ള ശബ്ദം വേണ്ടിവന്നു അവൾക്ക് താനേ കാണുന്നത് സ്വപ്നമല്ലെന്ന് തിരിച്ചറിയാൻ. അവളൊരു പിടപ്പോടെ അവരിൽ നിന്ന് കണ്ണുകൾ എടുത്തു. കേട്ടുമറക്കാൻ മച്ചി എന്ന പേര് വീണ്ടും കേട്ടപ്പോൾ അവൾ അറിയാതെ തന്നെ കണ്ണ് നിറഞ്ഞു അവളുടെ. ആരോടും എതിർത്ത് സംസാരിക്കാൻ അറിയാത്ത അവളുടെ ഉമ്മ പോലും തങ്ങളുടെ വീട്ടിലേക്ക് കയറി വന്ന് വേദനിപ്പിക്കുന്നവരെ ഒന്ന് നോക്കി. നിങ്ങൾ വന്ന കാര്യം പറയാൻ നോക്കൂ. എൻ്റെ കുട്ടി എന്താണെന്ന് ഞങ്ങൾക്കറിയാം. നിങ്ങളെപ്പോലെ കൊട്ടാരമുള്ള വീടൊന്നുമില്ലെങ്കിൽ എൻ്റെ വീടാണിത്. ഇതുവരെ നിങ്ങൾ ചെയ്തതൊക്കെ ഞാൻ അങ്ങ് ക്ഷമിച്ചു. പക്ഷെ ഒന്നിനും വരാത്ത എൻ്റെ മോളെ ഇവിടെ വന്ന് വിഷമിപ്പിച്ചാലേ ഞങ്ങൾ നിങ്ങൾക്കെതിരെ ഒരു കേസ് അങ്ങ് കൊടുക്കും. അങ്ങനെ കൊടുത്താലും
പണമെറിഞ്ഞ് നിങ്ങളത് മായ്ച്ചു കളയുമെന്ന് എനിക്കറിയാം. എന്നാലും നിങ്ങളുടെ മേൽ അങ്ങനെ ഒരു കേസ് ഉണ്ടായിരുന്നേ എന്നേ 4 പേരെങ്കിലും അറിയും. ഉപ്പ തൻ്റെ മോളെ അവർ വീണ്ടും വീണ്ടും കുത്തി നോവിക്കുന്നത് സഹിക്കാതെ പറഞ്ഞു. അതോടെ ആയിഷുമ്മ ഒന്നൊതുങ്ങി. അതിപ്പോൾ ഷാക്കിർ ഇപ്പോഴും എൻ്റെ ബീവി തന്നെയല്ലേ? അപ്പോൾ ഇവനുള്ള കാര്യങ്ങളൊക്കെ നോക്കട്ടെ. കുഞ്ഞിനെ ചൂണ്ടിക്കൊണ്ട് ആയിഷുമ്മ പറയുന്നത് അവർക്ക് 3 പേർക്കും മനസ്സിലായില്ല. ആബിദിനെ കുഞ്ഞുണ്ടായിട്ട് 1 വർഷമായി. സഫർ 5-നാണ് പ്രസവം നടന്നത്. അന്നൊരു മൗലൂദ് നടത്തണമെന്ന് വിചാരിക്കുന്നുണ്ട്. ആദ്യം നിന്നോടാണ് പറയുന്നത്. നീ ഇവിടെ വെറുതെ കിടന്നുറങ്ങി ഉമ്മാൻ്റെയും ഉപ്പാൻ്റെയും മനസ്സ് വേദനിപ്പിക്കാതെ ഞങ്ങൾ കൂടെ വന്ന് കുഞ്ഞിൻ്റെ കാര്യങ്ങൾ നോക്ക്. അങ്ങനെ നോക്കുമ്പോൾ പഠിച്ചോ നിനക്ക് ചിലപ്പോൾ ഒരു കുഞ്ഞിന് തരാൻ തോന്നിയാലോ പഠിച്ചോനെ. അവർ വീണ്ടും നാവിൽ കൂടെ വിഷം ചീറ്റിക്കൊണ്ടേയിരുന്നു. എൻ്റെ ഭാര്യയുടെയും വിഷമമൊന്നും നിങ്ങളറിയേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങൾക്ക് നിങ്ങളുടെ മോനും കുഞ്ഞും ജീവനാണെങ്കിലേ അവരുടെ കാര്യം മാത്രം നോക്കിയാൽ മതി. എൻ്റെ കുഞ്ഞിനെ ഞങ്ങൾ നോക്കിക്കോളാം. വീണ്ടും ഷാക്കിറയുടെ ഉപ്പ ഐഷുമ്മയുടെ നേരെ തിരിഞ്ഞു. എല്ലാം കേട്ടുകൊണ്ട് ആബിദ് ഉമ്മറത്ത് തന്നെ നിൽക്കുകയാണ്. ഇങ്ങോട്ട് വന്നത് ഉമ്മയുടെ നിർബന്ധമാണ്. എന്നിട്ടിപ്പോൾ എന്തൊക്കെയാണ് പറയുന്നത്? നല്ല രീതിയിൽ വിളിച്ചു കൂടെ കൂട്ടാണെങ്കിൽ നന്നായിരുന്നു. വീണ്ടും തന്നെ വീട്ടിലേക്ക് അവൾ വരുമെന്ന പ്രതീക്ഷയുണ്ടായിരുന്നു. പുതുവഴി തേടിപ്പോയെങ്കിലും അതിനൊന്നും പഴയതിൻ്റെ പൊലിമയില്ലെന്ന് അവനിപ്പോൾ മനസ്സിലാക്കി വരുന്നു. അവൻ തൻ്റെ പ്രതീക്ഷകളെ ഇല്ലാതാക്കുന്ന ഉമ്മയുടെ സംസാരം കേട്ട് ഇനിയൊരു മടങ്ങിവരവ് അവൾ തൻ്റെ ജീവിതത്തിൽ ഉണ്ടാകില്ല എന്ന് തോന്നി അവന്. പറഞ്ഞു കഴിഞ്ഞെങ്കിലേ നിങ്ങൾക്ക് പോവാം. ആദ്യമായിട്ട് വീട്ടിൽ വന്ന് അതിഥികളെ ഇറക്കി വിടുന്ന വേദനയോടെ പറഞ്ഞുകൊണ്ട് ഉപ്പ ഷാക്കിറയോട് 1 ഗ്ലാസ് വെള്ളം കൊണ്ടു തരാൻ പറഞ്ഞു. അതുവരെ എല്ലാം കേട്ടും കണ്ടും സ്തംഭിച്ചു നിന്നിരുന്ന അവൾ നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് അവൾ അടുക്കളയിലേക്ക് നീങ്ങി. ആയിഷുമ്മക്ക് താൻ വന്നതിൻ്റെ ആവശ്യം മുഴുവനുമായി നടന്നില്ലെങ്കിലും ഷാക്കിറ കുഞ്ഞിനെ നോക്കി കണ്ണു നിറച്ചത് ഇഷ്ടമായി. അവൾ അറിയട്ടെ അവളെ താൻ മച്ചി എന്ന് വിളിക്കുന്നത് വെറുതെ അല്ല എന്ന്. അവർക്ക് വരുമ്പോൾ കുഞ്ഞിനെ ഷാക്കിറയെ കാണിക്കണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഒരു പണിയുമില്ലാതെ അവൾ കിടന്നുറങ്ങുന്നത് കണ്ടപ്പോൾ ആ അമ്മായിമ്മ മനസ്സ് വീണ്ടും ഉണർന്നു. അവിടെയാകുമ്പോൾ എല്ലാവരുടെയും വിഴുപ്പ് മുഴുവൻ അലക്കിയിരുന്നത് അവളാണ്. ഇപ്പോൾ തടിച്ചു കൊഴുത്ത് വെളുത്ത് ഭംഗി വെച്ചിരിക്കുന്നത് കണ്ടപ്പോൾ സഹിക്കാതെ നിന്നത് കൊണ്ടാണ് പോരെങ്കിൽ പോരട്ടെ എന്ന് വിചാരിച്ച് ഒന്ന് കുത്തി നോവിച്ച് നോക്കിയത്. പക്ഷെ അപ്പോഴേക്കും ആ കിഴവൻ അതില്ലാതാക്കി. അവളെ വീണ്ടും അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ കഴിയാത്തതിലുള്ള ദേഷ്യത്തോടെയാണ് ആയിഷുമ്മ പിറുപിറുത്തുകൊണ്ട് ആ വീടിൻ്റെ പടി ഇറങ്ങിയത്. 4ാമത്തെ പ്രാവശ്യം കോളിംഗ് ബെൽ അടിച്ചപ്പോഴാണ് ഷാക്കിറ ഡോർ തുറന്നത്. ഇവിടെ എല്ലാവർക്കും എന്തു പറ്റിയതാണ്? പതിവിൽ നിന്നും വിപരീതമായ ഡോർ തുറക്കാൻ വൈകിയത് കൊണ്ട് തന്നെ ഫെബി ചോദിച്ചു. കുറച്ച് നിർബന്ധിച്ച് ചോദിച്ചപ്പോഴാണ് ഉമ്മ അവളോട് ഇന്നലെ ഇവിടെ നടന്ന കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞത്. ഇത് കേട്ടതോടെ ഫെബിയുടെ മുഖം ഇരുണ്ടു. ആ തള്ളക്കും മോന് ഇത് എന്തിൻ്റെ കേടാ? ഇത്താത്തെല്ലാം മറന്നു വരികയായിരുന്നു. ഫെബി തൻ്റെ ദേഷ്യം കൊണ്ട് ഉറക്കെ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞതും റീമ അവളുടെ ഫോണിൽ മെസ്സേജ് അയച്ചത് പ്രകാരം വീഡിയോ കോൾ വിളിച്ചു. ഉമ്മയുടെയും ഉപ്പയുടെയും കുഞ്ഞിൻ്റെയും ഷാക്കിറയുടെയും എല്ലാം സംസാരത്തിന് ശേഷം ഫെബി അവരുടെ അടുത്ത് നിന്നും മാറി നിന്ന് സംസാരിച്ചു. സംസാരത്തിനൊടുവിൽ അവർ ഒരു തീരുമാനമെടുക്കുകയും ചെയ്തു. ആ തീരുമാനത്തിൻ്റെ ഭാഗമായി 4 ദിവസം കൂടെ കഴിഞ്ഞ് കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ഫംഗ്ഷൻ്റെ അന്ന് എല്ലാവരുടെയും മുന്നിൽ വെച്ച് ആബിദിൻ്റെ ഫോൺ ബെല്ലടിച്ചു. ഫെബിന കോളിംഗ് എന്ന് അവൻ ആ സ്ക്രീനിൽ എഴുതി കാണിച്ച പേരിലേക്കൊന്ന് നോക്കി. ഷാക്കിറയുടെ അനിയത്തി തന്നെ ഇപ്പോൾ വിളിക്കുന്നത് എന്തിനാ എന്നൊരു ചിന്തയോടെ അവൻ ആ കോൾ അറ്റൻഡ് ചെയ്തു. ഇത്താത്ത അവിടെ നിന്ന് പോന്നിട്ട് 2 വർഷം ആകാനായില്ലേ? ഇനി ഞങ്ങൾക്ക് അവളുടെ ഡൈവോഴ്സ് വേണം. പിന്നെ ഡൈവോഴ്സിനുള്ള കാര്യങ്ങൾ ചെയ്യാൻ പോവുകയാണ്. ഫോൺ എടുത്തത് ഒന്നും ചോദിക്കാതെ തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ മാത്രം ഉപ്പയെ കൊണ്ട് പറയിപ്പിച്ച് ഫെബി ഫോൺ കട്ട് ചെയ്തു. ആബിദ് ആ തിരക്കിനുള്ളിലും എല്ലാവരും അവനെ നോക്കിയിരിക്കെ ആ ഫോൺ കോൾ കട്ടായിട്ടും അതിലേക്ക് തന്നെ നോക്കിയിരുന്നു. അതിപ്പോൾ ആബിദിന് വേറൊരു ഭാര്യ കൂടെ ഉണ്ടെന്നല്ലേ ഉള്ളൂ. 2 ഭാര്യമാരെന്ന് പറയുന്നത് കുറ്റമല്ലല്ലോ മൂപ്പരെ. എനിക്കുണ്ട് 2 ബീവിമാർ. ഇത് നമുക്ക് ആണുങ്ങൾക്ക് ഇതൊക്കെ പറഞ്ഞിട്ടുള്ളതല്ലേ? ഷാക്കിറയുടെ ഉപ്പ മഹല്ല കമ്മിറ്റിക്കാരെ കണ്ട് തൻ്റെ മോളുടെ മുഴയെപ്പറ്റി സംസാരിക്കുകയായിരുന്നു. പുതിയ സ്ഥലം ആയതുകൊണ്ട് തന്നെ അവിടെ ഉള്ളവരുമായി അത്ര അടുപ്പമൊന്നുമില്ല. എന്നാലും തൻ്റെ മോളുടെ ആവശ്യം ആണല്ലോ എന്ന് കരുതി പ്രസിഡന്റിനെ കണ്ട് സംസാരിക്കുമ്പോഴാണ് അയാളുടെ ഇങ്ങനെയൊക്കെയുള്ള സംസാരം. അയാൾ മൊയ്ത് ഹാജിയുടെ ആബിദിൻ്റെ ഉപ്പയുടെ കുടുംബമാണെന്ന്. പക്ഷേ പാവം ഷാക്കിറയുടെ ഉപ്പ അറിഞ്ഞിരുന്നില്ല. നമ്മൾക്ക് 4 എണ്ണം കെട്ടാന്ന് പറഞ്ഞതല്ലേ? അപ്പോൾ പിന്നെ ഈ 2 കല്യാണം എന്നൊക്കെ പറഞ്ഞ് വെറുതെ ഹാലിളക്കത് എൻ്റെ മോളോട് അവിടെ അടങ്ങി ഒതുങ്ങി കഴിയാൻ പറ. ഒന്നുമില്ലെങ്കിൽ അവരൊക്കെ വലിയ തറവാട്ടുകാരും കൂട്ടരൊക്കെ അല്ലേ? അയാൾ വീണ്ടും
വിടാൻ ഭാവമില്ലാതെ പറഞ്ഞു. പ്രസിഡന്റ് അങ്ങനെ പറയുമ്പോൾ എതിർത്ത് പറയാൻ വയ്യ. എങ്കിലും എന്തെങ്കിലും പറഞ്ഞു പോയാൽ ബാക്കി എല്ലാവരും കൂടെ തന്നെയും തൻ്റെ കുടുംബത്തെയും ഒറ്റപ്പെടുത്തും. അപ്പോഴാണ് മഹല്ലിലെ വലിയ പള്ളിയിലെ സെക്രട്ടറിയും ഖത്തീബുമായി വരുന്നത്. എന്താ ആചാര്യ, ഇവിടെ ഒരു ചർച്ച? അവർ ചോദിച്ചത് അയാൾ ഷാക്കിറയുടെ ഉപ്പ പറഞ്ഞ കാര്യങ്ങൾ ഒരു പരിഹാസത്തോടെ പറഞ്ഞു കേൾപ്പിച്ചു അവർക്ക്. ഇതിനാണോ പ്രസിഡന്റ് ഇത്രയും വാഴ്ത്തലക്കുന്നത്? അവർക്കും മോൾക്കും അതാണ് സന്തോഷമെങ്കിൽ അങ്ങനെ ആവട്ടെ എന്നല്ലേ വെക്കേണ്ടത്. ഇത്രയും വർഷം അവിടെ നിന്നിട്ട് അത് ഇറങ്ങി വരണമെന്നെങ്കിലേ അതിന് അവിടെ തീരെ നിൽക്കാൻ കഴിയാഞ്ഞിട്ടാകൂലേ? അതിനും വേറൊരു കുടുംബം ആകട്ടെന്നേ. നമുക്ക് സംസാരിക്കാൻ കാക്ക. എന്നാണ് അവിടേക്ക് പോവേണ്ടതെന്ന് പറഞ്ഞാൽ മതി. ഖത്തീബ് പ്രസിഡന്റിനെ നോക്കി കടുപ്പിച്ച് പറഞ്ഞു. നിങ്ങൾ വരില്ലെങ്കിൽ വേണ്ട, ഞാൻ സെക്രട്ടറിയും മറ്റു മെമ്പറേയും പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. അയാൾ ആ ഉപ്പയുടെ വേദനയും മനസ്സും അറിഞ്ഞതുപോലെ പറഞ്ഞുകൊണ്ട് സലാം പറഞ്ഞു പോയി. ആബിദേ, മൊയ്ത് ഹാജി ഒരു വൈകുന്നേരം ആൺമക്കൾ എല്ലാവരും ഇരിക്കുമ്പോൾ തന്നെ അവനെ വിളിച്ചു. ഓരോ കാര്യങ്ങൾ സംസാരിച്ചിരിക്കുന്നത് ഒരു പതിവാണ്. ഉപ്പ എന്തിനാ വിളിച്ചതെന്നറിയാൻ ആബിദ് ഉപ്പയെ നോക്കി. എൻ്റെ ആദ്യ ഭാര്യയില്ലേ, ഓളോടൊന്ന് വിളിച്ചിരുന്നു. അവർ പള്ളി കമ്മിറ്റിക്കാർ കുറച്ച് ആളുകൾ നമ്മളെ പള്ളിയിലേക്ക് വരുന്നുണ്ട്. ഒരിക്കൽ മുഴുവാണത്രേ. അങ്ങനെ ആകുമ്പോൾ അവൾ കൊണ്ടുവന്ന സ്വർണവും പണവും നൽകേണ്ടി വരും. പിന്നെ അവർ കോടതിയിൽ കേസ് കൊടുക്കുന്നുണ്ടെന്നാണ് പറഞ്ഞു കേട്ടത്. അയാൾ തനിക്ക് അറിയാവുന്ന കാര്യങ്ങളെല്ലാം എല്ലാവരുടെയും മുന്നിൽ പറഞ്ഞു നിർത്തി. ആബിദിന് ആകെ പരവേശം തോന്നി. അവൾ അങ്ങനെ തന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും എന്നൊരിക്കലും വിചാരിച്ചതല്ല. റസിയുടെ കൂടെ അവളെ വീട്ടിലുണ്ടാവുമെന്ന് വിശ്വസിച്ചു. ആങ്ങളമാർ ഇല്ലാത്ത ഷാക്കിറയ്ക്ക് അനിയത്തിമാർ ഇത്രയും കട്ട സപ്പോർട്ട് നൽകുമെന്ന് ഒരിക്കലും കരുതിയില്ല. അവർക്കൊക്കെ ഇവളൊരു ഭാരമായി തോന്നുമെന്ന് അവൻ കരുതി. മനുഷ്യൻ്റെ മനസ്സ് അളക്കുന്നതിൽ താൻ പരാജയപ്പെട്ടിരിക്കുന്നു. ഒരു നിമിഷം ഷാക്കിറയുടെ മുഖം മനസ്സിൽ നിറച്ചു. ഇനി അവളെ തനിക്ക് നഷ്ടപ്പെടോ? സിയെ കെട്ടുമ്പോഴും അവൾ ഒരിക്കലും ആ വീടോ തന്നെയായി വിട്ട് പോകില്ല എന്നായിരുന്നു. ആബി, അവരെ ആ കോടതി വരെ ഒന്നും നടത്തിക്കേണ്ട. അവർക്ക് എന്തെങ്കിലും ഡിമാൻഡ് ഉണ്ടെങ്കിൽ അങ്ങ് സമ്മതിച്ച് കൊടുത്തേരെ. കോടതിയിലൊക്കെ പോയി അതിൻ്റെ പിന്നാലെ നടക്കുന്നത് ബുദ്ധിമുട്ടും നമുക്കൊരു മോശവുമാണ്. കൂട്ടത്തിൽ ഒരു സഹോദരൻ്റെ അഭിപ്രായത്തോട് എല്ലാവരും അനുകൂലിച്ചു. മഹല്ല് കമ്മിറ്റിക്കാരുടെ ഫെബിയുടെ ഹസ്ബൻഡും ഉപ്പയും വന്നിട്ടുണ്ട്. കൂടാതെ ഉമ്മയുടെ ഒരു ആങ്ങളെയും ഷാക്കിറയുടെ ഉപ്പയും എല്ലാവരും. അവർക്കെല്ലാം ഒന്നേ പറയാനുണ്ടായിരുന്നുള്ളൂ, എത്രയും പെട്ടെന്ന് അവളുടെ കാര്യം തീർക്കുക. മഹല്ലിലെ എല്ലാവരും അവരുടെ കൂടെ നിന്നു. അവരും പെട്ടെന്ന് കാര്യങ്ങൾ നടക്കട്ടെ എന്നറിയിച്ചപ്പോൾ ആബിദിൻ്റെ വീട്ടുകാർക്കും എതിർത്ത് നിൽക്കാൻ പറ്റിയില്ല. നാലാൾ അറിഞ്ഞാൽ മോശമല്ലേ? അവസാന ചർച്ച തീരുന്നതിന് മുമ്പായി കോടതി കേസ് വേണ്ടെന്ന് വെച്ചു. പക്ഷേ അതിന് അവർ പറഞ്ഞ 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാമെന്ന് തീരുമാനമായി. ഷാക്കിറ പറഞ്ഞതായിരുന്നു അവരുടെ ഒന്നും തനിക്ക് വേണ്ടെന്ന്. പക്ഷേ അനിയത്തിമാർ സമ്മതിച്ചില്ല. നമുക്ക് വല്ല അനാഥാലയത്തിലും കൊടുക്കാം. എന്നാലും നിന്നെ അവിടെ ഒരു വേലക്കാരിയേക്കാൾ തരം താഴ്ത്തിയവരല്ലേ അവർ? മാനസികമായും ആ വീട്ടിലെ മുഴുവൻ ജോലിയും കഴിഞ്ഞിട്ട് ഇല്ലാത്ത ജോലി കൂടെ പറഞ്ഞ് ചെയ്യിപ്പിച്ച് ഉപദ്രവിച്ചതല്ലേ? അപ്പോൾ വരെ നമുക്ക് വെറുതെ വിടാനൊക്കുമോ? ഫെബിയുടെ അഭിപ്രായം അതായിരുന്നു. എല്ലാം സഹിച്ചും കണ്ണീരൊക്കെയും അവർക്ക് ദൈവം കൊടുത്തോളും എന്നൊന്നും ചിന്തിക്കുന്ന കൂട്ടത്തിലല്ല ഷാക്കിറയുടെ അനിയത്തിമാർ. ഇത്രയും വർഷം തങ്ങളുടെ ഇത്താത്തയെ പുല്ലുവില കൽപ്പിച്ച് ചവിട്ടി അരച്ചതോടെ അങ്ങനെ അങ്ങ് ക്ഷമിക്കാൻ അവർക്കാകുമായിരുന്നില്ല. ഷാക്കിറക്ക് 10 ലക്ഷം നൽകണമെന്ന് അറിഞ്ഞതോടെ ആയിഷും അവളെ പ്രാഗി. എൻ്റെ കുട്ടി അനുഭവിക്കേണ്ട സ്വത്തിൽ നിന്നാണല്ലോ ആ പൈസ ഒക്കെ പോകുന്നത്. ഒരു കുഞ്ഞിന് ജന്മം കഴിയാത്തവൾ മച്ചി അവൾ എൻ്റെ കുഞ്ഞിൻ്റെ സ്വത്തിൽ നിന്ന് കൊണ്ടുപോവാണല്ലോ പഠിച്ചോനെ. അവൾ അനുഭവിക്കും. ആയിഷുമ്മ ഷാക്കിറയെ ശപിച്ചു. 10 ലക്ഷവും വിവാഹത്തിന് ഷാക്കിറക്ക് കൊടുത്ത 15 പവൻ സ്വർണവും പിന്നെ 1.5 ലക്ഷം രൂപയും എല്ലാം കൂടി 6 മാസത്തെ ഇട ചോദിച്ചു അവർ. അത്രയും കൊടുക്കാൻ ഇല്ലാഞ്ഞിട്ടല്ല, പെട്ടെന്ന് അത്രയും കൊടുക്കുമ്പോൾ കയ്യിൽ വേറെ ആവശ്യങ്ങൾക്ക് തികയാതെ വന്നാലോ എന്നോർത്താണ്. അത്രയും തുകയും സ്വർണം അവർക്ക് അത്ര ബുദ്ധിമുട്ടല്ലെങ്കിലും വെറുതെ അത് തങ്ങളുടെ കയ്യിൽ നിന്ന് പോകുന്നതിൽ ഹാജിയാർക്കും മകനും വിഷമം തന്നെയായിരുന്നു. കയ്യിൽ കിട്ടിയ പേപ്പർ വിറക്കുന്നുണ്ടെങ്കിലും അവൾ ആ പേപ്പറിൽ എഴുതിയത് വായിച്ചു. ഇന്നു മുതൽ ഞാൻ ആബിദക്കയുടെ ആരുമല്ല. എത്ര വർഷം ഒരുമിച്ച് കഴിഞ്ഞു. എങ്ങനെ ഞാൻ സ്നേഹിച്ചു. എന്നിട്ടും അതിൻ്റെ ഒരു തുള്ളിപ്പോലും തിരിച്ചു കിട്ടിയില്ല. അവൾ കണ്ണുകൾ ഇറുകെ അടച്ചു. ഇനിയും മറക്കാൻ കഴിയാത്ത ഓർമ്മകൾ. മറക്കണം. ഇനി തൻ്റെ ആരുമല്ല അവർ. എന്നാലും ഒരു കുഞ്ഞിനെ താലോലിക്കാനുള്ള ഭാഗ്യം നീ എനിക്ക് തന്നില്ലല്ലോ പഠിച്ചോനെ. അവസാനം ആ ഹൃദയം പടച്ചവനോട് പരിഭവിച്ചു.
റീമ പറഞ്ഞതുപോലെ ആബിദക്ക് കുട്ടികളില്ലാത്തത് കൊണ്ടല്ല റസിയെ വിവാഹം കഴിച്ചത് എന്ന് ചില സമയങ്ങളിൽ അവൾക്കും തോന്നിയിട്ടുണ്ട്. തന്നോടുള്ള സ്നേഹത്തിന് അത്രയുണ്ടായിരുന്നു എന്ന് അവളിപ്പോൾ ഓരോ നിമിഷവും മനസ്സിലാക്കുന്നു. ഇൻഷാ അല്ലാഹ് ഈ കഥയുടെ ബാക്കി ഭാഗവുമായി നാളെ കാണാം. അസ്സലാമു അലൈക്കും. എല്ലാവരും ലൈക്കും കമൻറ്റൊക്കെ ചെയ്യണേ.